Hi friends, welcome back to my channel. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പേട ഉണ്ടാക്കാം. ആകെ അര കപ്പ് പാലിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. നമ്മൾ കടയിൽ നിന്ന് ബട്ടർ പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ട് നീളമുള്ള പേട മേടിക്കാറില്ലേ, അതിൻ്റെ സെയിം ടേസ്റ്റും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. നമുക്ക് ആ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം ഞാനിപ്പോൾ ദേ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് പഞ്ചസാര വേണം. ഞാൻ പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാര. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞു വരുന്ന സമയമാകുമ്പോഴത്തേക്കും 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പാൽപ്പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ അര കപ്പ് പാലിന് നമുക്ക് 1 കപ്പ് പാൽപ്പൊടിയാണ് വേണ്ടത്. അത് കുറച്ചായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കട്ടകളൊന്നും ഇല്ല, നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സായി കഴിയുമ്പോഴേക്കും നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഈ നെയ്യും കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും ഇതേപോലെ നല്ലതുപോലെ ഇളക്കി ആ പാല് മുഴുവനും വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ പാലൊക്കെ നന്നായിട്ട് വറ്റി അത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനുശേഷം വീണ്ടും കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ പേടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് റൂം ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ ഒക്കെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അധികം സമയമൊന്നും ചിലവഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പാലും പാൽപ്പൊടിയും ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് വേഗം തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സപ്പോർട്ട് മീ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.